ദൈവത്തിന്റെ വചനം പറയുന്നു, സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദം കണ്ടെത്തുന്നു. അവർക്ക് മറ്റൊന്നിനും ആശ്രയിക്കാനില്ല, സമ്പത്തിൽ ആശ്രയിക്കാനില്ല, ബന്ധുബലത്തിൽ ആശ്രയിക്കാനില്ല, ഈ ലോകത്തിലെ ധനസമൃദ്ധിയിൽ ആശ്രയിക്കാനില്ല. അവർക്ക് ആശ്രയിക്കാൻ ആകെപ്പാടെ ദൈവമേ ഉള്ളൂ. അങ്ങനെ മകനെ, പ്രിയ മകളെ, നീ ജീവന ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ മേൽ സന്തോഷം വരും, നിന്റെ ദുഃഖങ്ങൾ മാറും, നിന്റെ നെടുവീർപ്പുകൾ മാറും. ഹല്ലേലൂയ. മാത്രമല്ല, ഇവിടെ പറയുന്നു, സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കും. സൗമ്യത, മീക്ക്നെസ്, സൗമ്യത, എളിമ. നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയുണ്ടോ? അതോ എല്ലാത്തിനും നാം കോപിക്കുകയും വഴക്കടിക്കുകയും അങ്ങനെ ഭിന്നതയുണ്ടാക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നവരാണ്? നമ്മുടെ കൊച്ചു കുടുംബത്തിൽ, പ്രിയ സഹോദര, നിന്റെ ഭാര്യയുടെ അടുക്കൽ എപ്പോഴും ആ പാവപ്പെട്ട സാധുവായ പാവ സ്ത്രീയെ വിഷമിക്കുകയാണോ? അവളോട് ദേഷ്യപ്പെടുകയാണോ? അവളുടെ ഹൃദയത്തെ മുറിക്കുകയാണോ? ഇന്ന് ഹൃദയം മുറിഞ്ഞ അനേക സഹോദരിമാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആരുടെയും ഹൃദയം മുറിക്കരുത്. കാരണം ഹൃദയത്തിൻ്റെ മുറിവ് വെട്ടുവാൻ ഭൂമിയിൽ മനുഷ്യർക്ക് കഴിയുകയില്ല, ദൈവത്തിനേ കഴിയൂ. അതുകൊണ്ട് മുറിവ് വെട്ടാൻ കഴിയാത്ത മകനെ നീ മുറിക്കരുത്. പുറമെ അഭിനയിക്കുന്ന സൗമ്യതയെക്കുറിച്ചല്ല പറയുന്നത്. ആന്തരികമായി ഞാൻ ഏതുമില്ല എന്നും ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല എന്നും കണ്ടെത്തിയാൽ സൗമ്യത വരും. ഇങ്ങനെ ഓരോരുത്തരും, ഭൂമിയിലുള്ള ഓരോരുത്തരും ചിന്തിച്ചാൽ ഈ ലോകം രക്ഷപ്പെടുകയില്ലേ?